അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി പാൻ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ പഴം, ഒരു ഇത്തിരി കൊക്കോ പൗഡർ, പിന്നെ ഒരു പഴം, പറഞ്ഞല്ലോ, ഒരു മുട്ട, ഗോതമ്പ് പൊടി, ഇത്രയാണ് വേണ്ട. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക, പിന്നെ ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അത് തികച്ചും വേണ്ടാത്തൊരു കാര്യമാണ്, വേറെ പാത്രത്തിലേക്ക് ഒഴിക്കണമെന്നില്ല. എന്നിട്ട് ഈ ബട്ടർ ഒരു പാനിൽ തേച്ചിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ചൂട് നോക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ചെറിയ തവി വെച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, അത് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ ലൂസായി പോകരുത്. എന്നിട്ട് ഇങ്ങനെ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. പാൻ എന്തോരം ഉണ്ടോ അത്രയും തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്, കാരണം പാൻ ഇത്തിരി വലുതായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എനിക്ക് തോന്നി ഇതേ പിന്നെ ഒഴിച്ചു കൊടുത്തു, കാരണം ഇച്ചിരി കൂടെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഒഴിച്ചു തീർന്നു തോന്നുന്നു. ഇല്ല ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഇച്ചിരി അതെല്ലാത്തിൻ്റെ മുകളിലായിട്ട്, കാരണം പിന്നെ പാനിൽ സ്ഥലമില്ലാത്ത കാരണം അതെല്ലാത്തിൻ്റെ മുകളിൽ അത് ഈ പാനിൻ്റെ പാനല്ല, നമ്മുടെ പാൻ കേക്കിൻ്റെ ക്ലോസ് ഔട്ടാണ്. ഇത് മോൻ്റെ ടിഫിനാണ്. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ. ബൈ.